ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് തായ്ലാന്റിലെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഫ്ലോട്ടിൻ മാർക്കറ്റും നമ്മൾ എത്തിയിട്ടുണ്ട് ഫ്ലോട്ടിൻ മാർക്കറ്റില്. പിന്നെ ഞാൻ എന്റെ ഇയറിംഗ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഇത് നമ്മള് സ്റ്റുഡിയോയിൽ വാങ്ങിയ ഇയറിംഗ്സ് ആണ് കേട്ടോ. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഹെഡ് ഷേപ്പിലുള്ള ഒരു ഇയറിംഗ്സ് ആണ്. ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ്. ഡെയിനും ഫുൾ സ്കേർട്ടും ഫുൾ സ്ലീവ് ടീഷർട്ടും ആയിരുന്നു കേട്ടോ. ഇയറിംഗ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒരു വാച്ച്. ഇതാണ് ഫ്ലോട്ടിൻ മാർക്കറ്റിന്റെ മെയിൻ എൻട്രി കേട്ടോ. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കടക്കാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോഴേക്കും അവർ കയ്യിലേക്ക് ഒരു സീൽ അടിച്ചു തരുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ അടിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലും അടിച്ചു. നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും വലിയൊരു ഹാളാണ് കേട്ടോ. അവിടെ അവരുടെ ഇപ്പൊ ഉള്ള രാജാവിന്റെ പിക്ചറും പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഇരുന്ന രാജാക്കന്മാരുടെ പിക്ചറും ചരിത്രപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഫ്ലോട്ടിൻ മാർക്കറ്റിന്റെ പിക്ചറൊക്കെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോരോ പഴയകാല കാര്യങ്ങളെല്ലാം അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലോട്ടിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്തെ അവരുടെ പുരാതനമായിട്ടുള്ള ആ മാർക്കറ്റ് തന്നെ അവര് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അത് വുഡിലാണ് അവര് പണി കഴിപ്പിച്ച് വെച്ചേക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തു പോകണം കേട്ടോ. ഇതാണ് ഫ്ലോട്ടിൻ മാർക്കറ്റിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഉണ്ടാവുക. പിന്നെ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞ ഓരോരോ രാജാക്കന്മാരുടെ ഫോട്ടോസൊക്കെ അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഇങ്ങനത്തെ വുഡാണ് കേട്ടോ. തറയൊക്കെ വുഡാണ്. ഇതിന്റെ അടിയിൽ വെള്ളമാണ് കേട്ടോ. ഫുള്ള് വെള്ളത്തിന്റെ ചുറ്റിനും മാർക്കറ്റുകളും അതിന്റെ നടുക്ക് വെള്ളവുമാണ്. അങ്ങനെയാണ് ഈ ഫ്ലോട്ടിൻ മാർക്കറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ കയറുമ്പോൾ തന്നെ കുറച്ച് കടകളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണം പർച്ചേസ് ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചീപ്പായിട്ടൊന്നും കിട്ടുകയില്ല, അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് അവിടെ. അപ്പോഴേക്കും നമ്മൾ വന്നിട്ട് ഇതാണ് മെയിൻ എൻട്രി. ഇതുവഴി പോയിട്ട് നമ്മൾ വേറൊരു ഭാഗത്തുകൊണ്ടാണ് കേട്ടോ കയറി വരുന്നത്. ഇതാണ് അപ്പം പോകുമ്പോഴുള്ള മെയിൻ എൻട്രി. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മളൊരു ചെറിയൊരു ബോട്ടിൽ, ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ, കുഞ്ഞു ബോട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവര് ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുന്നതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓരോ രീതിയിൽ മേക്ക് ചെയ്തിട്ട് അതിനെ കളർ അടിച്ച് ഇട്ടേക്കുന്നതാണ് കേട്ടോ. അത് തൊട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, കാണുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. അവർ ഫ്ലവറിന്റെ രൂപത്തിലൊക്കെ ഇങ്ങനെ ഭിത്തിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ മാർക്കറ്റ് ഫുള്ളും അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ മാർക്കറ്റിലൂടെ ഇങ്ങനെ ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മൈൽഡായിട്ട് അവരൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഇതിനു മുന്നേ ഞാൻ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് മൈൽഡായിട്ടുള്ള ആ മ്യൂസിക് കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ യാത്ര. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ചുറ്റി കാണാനായിട്ട് ഇതെല്ലാം കടകളാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കടകളാണ് ഈ ഫുള്ളും കാണുന്നത് കേട്ടോ. ഈ ഫ്ലോട്ടിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് പഴയൊരു മാർക്കറ്റാണ് കേട്ടോ. അവരിപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് കേട്ടോ. ഈ നമ്മൾ കാണുന്നത് ചെറിയ കൊച്ചു കൊച്ചു കടകളാണ് കേട്ടോ. അവരുടെ ട്രഡീഷണൽ കടികൾ വിൽക്കുന്ന കടകളാണ് കേട്ടോ. നമ്മുടെ പഴംപൊരി, ഉള്ളിവട, ഉഴുന്നുവട എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കടികൾ വിൽക്കുന്ന കടകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ.
ഇപ്പൊ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കരക്കെത്തി കേട്ടോ. ആദ്യം നമ്മള് ബോട്ടില് മാർക്കറ്റ് ഫുള്ളും ആ ഇതില് ഫുള്ളും ചുറ്റിക്കറങ്ങി കണ്ടു. അത് കഴിഞ്ഞ് അവർ കൊണ്ട് നമ്മള് കരക്കിറക്കി വിട്ടു കേട്ടോ. അപ്പൊ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് ചെല്ലാം. അവിടെ ചെന്നപ്പോ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇതെന്റെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ഓടുന്ന ബോട്ടാണ് കേട്ടോ. അതിപ്പോ വെള്ളത്തിലേക്ക് പോകും. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലെ പർച്ചേസിംഗ് ഏരിയയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. ഡ്രസ്സായിട്ടും ഫുഡായിട്ടും സ്റ്റേഷനറി ആയിട്ട് ബാഗ്, ചെരുപ്പ്, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളെല്ലാം മിക്ക സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. വളമാല, കമ്മല്, എല്ലാത്തരം ട്രഡീഷണൽ, അവരുടേതായ എല്ലാത്തരം ട്രഡീഷണൽ ഫുഡ് ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ റേറ്റ് പറയുകയാണെങ്കിൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. കാരണം പുറത്ത് ഇതിലും ചീപ്പ് മാർക്കറ്റുകൾ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അതുകൊണ്ട് കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് വേണേ വാങ്ങാം. അത്ര കുറഞ്ഞ റേറ്റ് നമുക്ക് കിട്ടുകയില്ല. പിന്നെ കുറെ ബാർഗെയിൻ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. ഇത് അവരുടെ ഫ്രഷ് ജ്യൂസ് ആണ് കേട്ടോ. നമ്മുടെ പൊമിഗ്രാനൈറ്റിന്റെ ഫ്രഷ് ജ്യൂസ് ആണ്. അതങ്ങനെ കുപ്പികളിലാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ അവരുടെ പുഴു, പാറ്റ, പല്ലി, പഴുതാര, വണ്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ എല്ലാത്തരം മീറ്റ് ഉണ്ട്. ചിക്കന്, പോർക്ക്, പിന്നെ എന്താ മുതലിറച്ചി, അതെല്ലാം തന്നെ ഇങ്ങനെ മസാല എല്ലാം പരട്ടി വെച്ചേക്കാണ്. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവര് ഗ്രില്ല് ചെയ്ത് തരും. ഇത് മുതലിറച്ചിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ ഗ്രില്ല് ചെയ്ത് തരും. ഇതവിടെ അവരുടെ ട്രഡീഷണൽ, ഞാൻ പറഞ്ഞില്ല നമ്മുടെ കടികളൊക്കെ പോലെ അങ്ങനെ എന്തോ സാധനമാണ്. കുമ്പിളപ്പം പോലെ വെച്ചേക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ വള്ളത്തിൽ ഇരുന്നപ്പോൾ കണ്ടില്ല, അതാണ് കേട്ടോ ആ കടയാണ്. പിന്നെ ഇത് സോപ്പുകളാണ് കേട്ടോ. എല്ലാ തരം ഫ്രൂട്ടിന്റെയും ഷേപ്പിലുള്ള സോപ്പുകളാണ്. ഇത് 10 എണ്ണത്തിന് 550 ബാത്ത്, അതായത് നമ്മുടെ 1600-700 രൂപ ഏകദേശം വരും കേട്ടോ. അങ്ങനെ സോപ്പുകളാണ്. ഇത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് അവർ തന്നെ മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഞങ്ങളുടെ കാഴ്ചകളൊക്കെ കേട്ടോ. കഴിവതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയറും, കമന്റും പിന്നെ ഹൈപ്പും കൂടെ ചെയ്യണേ. ഇത് കൂടെ പറയണമെന്നില്ല, എന്നാലും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.